നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇന്ന് വൈകാരികമായ ചില കാഴ്ചകൾ കണ്ടു. സ്വന്തം മകളെ ഓർത്ത് പൊട്ടിക്കരഞ്ഞ ഒരച്ഛനെയും അമ്മയെയും. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിലാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ചില നാടകീയമായ രംഗങ്ങൾ കണ്ടത്. പ്രതി സന്ദീപിനുള്ള ശിക്ഷ എന്തെന്നറിയാൻ ഇനി 2 ദിവസത്തെ കൂടി കാത്തിരിപ്പ്. ശനിയാഴ്ചയാണ് വന്ദനാദാസ് കൊലക്കേസിൽ കോടതി ശിക്ഷ വിധിക്കുക. പ്രതി ചെയ്ത കുറ്റം അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കണമെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന് പ്രതി സന്ദീപ് കോടതിയോട് ആവശ്യപ്പെട്ടു. വധശിക്ഷ നൽകരുതെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. വാദത്തിനിടെ വന്ദന നേരിട്ട ആക്രമണങ്ങൾ പറയവേ കോടതിക്കുള്ളിൽ വന്ദനയുടെ അച്ഛനും അമ്മയും പൊട്ടിക്കരഞ്ഞത് മറ്റുള്ളവരുടെ, അതായത് കോടതിയിൽ ഉണ്ടായിരുന്നവരുടെ കണ്ണുകളിലും ഈറനണിയിച്ചു. പ്രതിക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 84-ാം വകുപ്പിന്റെ പ്രൊട്ടക്ഷൻ ലഭ്യമാകാൻ സാധിക്കുകയില്ല എന്നും പ്രതി സ്വബോധത്തോടു കൂടിയാണ് കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് എന്നും കോടതി കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മാനസിക നിലയെക്കുറിച്ചുള്ള ഒരു വാദങ്ങളും ഈ കേസിനകത്ത് ഇനി വിലപ്പോവുകയില്ല എന്നുള്ളത് നിയമത്തിൻ്റെ അകത്തുള്ള സംഗതിയാണ്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻസാനിറ്റി ഉണ്ട് എന്നുള്ള സംഗതികൾ കോടതി ഇനി പരിഗണനയിൽ എടുക്കുകയില്ല എന്ന് തന്നെയാണ് വിശ്വാസം. അതീവ ഗുരുതരമായ പരിക്കേൽപ്പിക്കലിനുള്ള 326 തെളിഞ്ഞു കഴിഞ്ഞു. 324, 323 എന്ന വകുപ്പ് പ്രകാരമുള്ള പരിക്കേൽപ്പിക്കൽ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞു. റോങ്ഫുൾ റിസ്റ്റൈൻമെൻറ്റ് തടസ്സപ്പെടുത്തിയെന്നുള്ള 341-ാം വകുപ്പ് തെളിഞ്ഞു കഴിഞ്ഞു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാക്കിയെന്നുള്ള 333, 332 വകുപ്പുകൾ തെളിഞ്ഞു കഴിഞ്ഞു. ഒരു ഹോസ്പിറ്റലിൽ വയലൻസ് കമ്മിറ്റ് ചെയ്തതിനുള്ള സെക്ഷൻ 3, 4 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യം അതും തെളിഞ്ഞു കഴിഞ്ഞു. സ്വാഭാവികമായും പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിക്കൊണ്ട് വന്ന ഫയൽ ഹാജരാക്കിയ കുറ്റപത്രത്തിലെ ഏകദേശം പരിപൂർണമായിട്ടുള്ള വകുപ്പുകൾ 1-2 വകുപ്പുകൾ വെച്ച് ബാക്കി എല്ലാം തന്നെ കോടതിക്ക് മുമ്പാകെ 1-2 വകുപ്പുകൾ ഒഴിവാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മൈനർ വകുപ്പുകളാണ്. ബാക്കിയുള്ള എല്ലാ വകുപ്പുകളും പരിപൂർണമായി തന്നെ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഏറെ വൈകാരികമായ ചില കാഴ്ചകൾക്കാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് സാക്ഷ്യം വഹിച്ചത്. മകളെ ഓർത്ത് പൊട്ടിക്കരയുന്ന ആ ഓർമ്മകളുമായി ജീവിക്കുന്ന ഒരു അച്ഛനെയും അമ്മയെയും കണ്ടു. എന്താണ് കാരണം, ഇന്ന് ഈ കേസിൽ ശിക്ഷ വിധിക്കുമെന്നായിരുന്നു നേരത്തെ കരുതിയിരുന്നത്. പക്ഷേ ഇന്ന് ശിക്ഷയിന്മേലുള്ള വാദം പൂർത്തിയാകുന്നു. ശിക്ഷാവിധി ശനിയാഴ്ച ഉണ്ടാകും. അപൂർവങ്ങളിൽ അപൂർവമായി കേസായി കണക്കാക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നു. എന്താണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ? പരമാവധി ശിക്ഷ നൽകുമെന്നൊരു പ്രതീക്ഷ പ്രോസിക്യൂഷനുണ്ടോ? തീർച്ചയായും ടോം, അങ്ങനെ തന്നെയാണ്. പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. പരമാവധി ശിക്ഷ ലഭിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും. ഈ കേസിൽ നിലവിൽ 17-ാം തീയതിയിലായിരുന്നു ഈ കേസിൽ പ്രതിയെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടത്. തുടർന്ന് 19-ന് ഇതിൻ്റെ ശിക്ഷ വിധിക്കായി മാറ്റുകയായിരുന്നു. അതായത് ഇന്നേ ദിവസം ഇന്ന് കോടതിയിൽ വാദിയും പ്രതിയുമെല്ലാം ഹാജരായിരുന്നു. സന്ദീപിനെ കോടതി ഹാജരാക്കി. പ്രതി സന്ദീപിനോട് കോടതി ചോദിച്ചു എന്താണ് പറയാനുള്ളത് എന്ന്. സന്ദീപ് കോടതിയോട് പറഞ്ഞത് താൻ ഏത് പ്രായശ്ചിത്തം ചെയ്യാനും ഒരുക്കമാണ് എന്നതാണ്. തനിക്ക് അമ്മയെ കാണാൻ അനുവദിക്കണം എന്നതടക്കം ചില കാര്യങ്ങൾ കോടതിയോട് പറയുകയുണ്ടായി. പ്രോസിക്യൂഷൻ ഈ കേസിൽ കടുത്ത നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതായത് കൊല്ലപ്പെട്ടത് ആരാണ് എന്നുള്ളത് കോടതി നിരീക്ഷിക്കണം. അതുപോലെ തന്നെ യുവ ഡോക്ടറാണ്, യുവ ഡോക്ടറെ കൊലപ്പെടുത്തി സാഹചര്യം ഇതെല്ലാം കൃത്യമായി പരിശോധിച്ച് നിരീക്ഷിച്ച് തക്കതായ ശിക്ഷ തന്നെയാണ് പ്രതിക്ക് നൽകേണ്ടത് എന്നതടക്കമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. ഈ പ്രതിഭാഗം വക്കീൽ പറഞ്ഞു അധ്യാപകൻ എന്നുള്ള പരിഗണന നൽകണം, ശിക്ഷയിൽ ഇളവ് നൽകണം എന്നടക്കം പ്രതിഭാഗം വക്കീലും കോടതിയിൽ വാദിച്ചു. പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചത് മാതാപിതാ ഗുരു ദൈവം എന്നാണ്. ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരാണ് ഗുരുക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തി ഉണ്ടായിരിക്കുന്നു. ഇത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. കൃത്യമായി ഇതിൽ ഒരു നടപടിയാണ് വേണ്ടത് എന്നടക്കമാണ് പ്രോസിക്യൂഷനും കോടതിയിൽ വാദിച്ചത്. എന്തായാലും ഈ കേസിൽ കൃത്യമായി ഇവരുടെ പ്രതിവാദങ്ങളെല്ലാം തന്നെ കേട്ട കോടതി 21-ന് ശനിയാഴ്ച ആണ് ഈ അന്തിമ വിധിക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ തക്കതായ ശിക്ഷ നൽകണം പരമാവധി ശിക്ഷ നൽകണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ടോം, തീർച്ചയായും പ്രോസിക്യൂഷൻ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
കാരണം ആശുപത്രിക്കുള്ളിൽ വെച്ച് ഒരു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ കൊലപ്പെടുത്തിയത് അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ്. മാത്രമല്ല ആ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവമടക്കം എത്രത്തോളം ഒരു പൈശാചികമായിട്ടുള്ള ക്രൂരകൃത്യമാണ് ഈ സന്ദീപ് ചെയ്തതെന്ന് വ്യക്തമാക്കുന്നതാണ്. കോടതിയിൽ ഇതൊക്കെ തെളിഞ്ഞിട്ടുമുണ്ട്. അപൂർവമായി കണക്കാക്കാവുന്ന ഒരു കേസ് കൂടിയാണിത്. കാരണം നമുക്കറിയാം, കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവം. ഒരച്ഛൻ്റെയും അമ്മയുടെയും ഏകമകൾ, ഈ ഒരു നാടിൻ്റെ പ്രതീക്ഷയായിരുന്ന ഒരു ഡോക്ടറായി ഈ നാടിന് സേവനം ചെയ്യേണ്ടിയിരുന്ന ഒരു പെൺകുട്ടിയെയാണ് അകാലത്തിൽ തന്നെ പെൺകുട്ടിയുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത്. ഒരിക്കലും മാപ്പർഹിക്കാത്ത കുറ്റം. അതിനിടെയാണ് പ്രതി കോടതിയോട് ആവശ്യപ്പെടുന്നത് തനിക്ക് വധശിക്ഷ നൽകരുത്, പരമാവധി ചുരുങ്ങിയ ശിക്ഷ വേണം, താനൊരു അധ്യാപകനാണ്, അത് പരിഗണിക്കണമെന്ന്. പക്ഷേ ഇങ്ങനൊരു അധ്യാപകൻ, കുട്ടികൾക്ക് നല്ല പാഠങ്ങൾ പകർന്നു നൽകേണ്ട ഒരു അധ്യാപകൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്ന ഒരു പ്രവൃത്തിയാണ് ഈ സന്ദീപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇയാൾ പുറത്തിറങ്ങിയാലും എന്ത് സന്ദേശമാണ് സ്വാഭാവികമായും ഈ പുതിയ തലമുറയ്ക്കടക്കം നൽകുന്നതെന്നൊരു ചോദ്യം കൂടിയുണ്ട്. എനിക്കറിയാം, ഒരു പക്ഷേ നമ്മൾ പലരോടും ഈ കേസിന് ശേഷം, ഈ സംഭവത്തിന് ശേഷം അന്ന് കേരളത്തിലേറെ ഉളവാക്കിയ ദിവസങ്ങളോളം ഇതിൻ്റെ നടുക്കം വിട്ടു മാറിയിട്ടില്ലായിരുന്നു. ആരോട് സംസാരിക്കുമ്പോഴും അവരൊക്കെ പറയുന്ന കാര്യം ഇതായിരുന്നു: ഈ പ്രതിക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പാടില്ല, മാപ്പർഹിക്കാത്ത കുറ്റമാണ്, പരമാവധി ശിക്ഷ വേണം, തൂക്കിലേറ്റണമെന്ന്. അത്തരമൊരു ആവശ്യം കുടുംബം ഉന്നയിക്കുന്നുണ്ടോ? കുടുംബവുമായി സംസാരിക്കാൻ, മാതാപിതാക്കളുമായി സംസാരിക്കാൻ വിനീഷിന് കഴിഞ്ഞിരുന്നോ? ടോം, തീർച്ചയായും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ കൊള്ളക്കം സൃഷ്ടിച്ച ഒരു കേസാണ്, പ്രമാദമായ കേസാണ്. യുവ ഡോക്ടറെ കുത്തിക്കൊലപ്പെടുത്തിയ കേസ്. ആശുപത്രിക്കുള്ളിൽ വെച്ച് തന്നെ ഇത്തരം സംഭവം ആദ്യമായിട്ടാണ് ലോകത്ത് തന്നെ നടക്കുന്നത്. അത് നമ്മുടെ ഈ കേരളത്തിൽ നടന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഗൗരവം അത്രയ്ക്കും വലുതാണ്. തന്നെയല്ല, യുവ ഡോക്ടറാണ്, ഹൗസ് സർജനായി ജോലി ചെയ്ത് വരവെയാണ് ഇങ്ങനെ ഈ അക്രമിയുടെ കൊലക്കത്തിക്ക് ഇരയാകേണ്ടി വന്നത്. നിലവിൽ ഈ പ്രതി എന്ന് പറയുന്ന സന്ദീപ് മുൻപും സമാനമായ രീതിയിൽ അക്രമ സ്വഭാവങ്ങളെല്ലാം കാണിക്കുന്ന ഒരാളാണ്. ഇയാൾ ലഹരിക്ക് അടിമയായ വ്യക്തിയാണ്. നിരവധി തവണ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇയാൾക്കെതിരെ ഒരുപാട് പരാതികൾ പുയ്യപ്പള്ളി സ്റ്റേഷനിലൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സന്ദീപിൻ്റെ ഭാര്യ പോലും സന്ദീപിനെതിരെ തന്നെ പല ആവർത്തി സ്റ്റേഷനിൽ മൊഴി നൽകുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഈ പ്രതിയെ ആദ്യം തന്നെ കസ്റ്റഡിയിലെടുക്കുന്നതും. അപ്പോൾ ഇയാളുടെ കാലിന് നല്ല മുറിവേറ്റിട്ടുണ്ടായിരുന്നു അവിടെ നടത്തിയ അക്രമവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഈ കാലിൻ്റെ മുറിവ് പരിശോധിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ പരിശോധനയ്ക്കായിട്ടാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് ഈ സന്ദീപിനെ അന്ന് എത്തിയത്. 2021 മെയ് മാസം നടന്ന സംഭവമാണ് അന്ന് എത്തിക്കുന്നത്. അപ്പോഴാണ് ഹൗസ് സർജനായി ജോലി ചെയ്തിരുന്ന വന്ദനദാസ് മാത്രമേ ആ ഡ്യൂട്ടിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ മുറിവിൽ മരുന്നൊഴിക്കുന്ന സമയത്താണ് ഇയാൾ അക്രമാസക്തനായത്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രകോപനപരമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ സൃഷ്ടിച്ചത്. അങ്ങനെയാണ് ഈ ഒരു സംഭവം തന്നെ ഉണ്ടാകുന്നത്. സർജിക്കൽ കത്രിക കൈക്കലാക്കിയാണ് പ്രതി കുത്തിയത്. ആദ്യം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ്റെ തലയിലാണ് കുത്തുന്നത്. തുടർന്നാണ് വന്ദനദാസിനെ ഓടി രക്ഷപ്പെടാൻ പോലും സാധിക്കാതെ പകച്ചു നിന്ന യുവ ഡോക്ടറായ വന്ദനദാസിന് നേരെ അക്രമം ഉണ്ടാക്കുകയും കുത്തുകയും ചെയ്തത്. നിരവധി കുത്ത് ഏൽക്കേണ്ടി വന്നു. 23 പരം കുത്താണ് ശരീരത്തിൽ ഏറ്റതെന്നാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ അടക്കം വാദിച്ചത്. അപ്പോൾ ഇങ്ങനെ കണ്ണില്ലാത്ത ക്രൂരത നടത്തിയ ഈ പ്രതിയെ മാതൃകാപരമായി ശിക്ഷ നൽകണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നത്. കാരണം ഇതുപോലൊരു സംഭവം വേറെ ഇനി ഉണ്ടാവാനേ പാടില്ല എന്നുള്ളതാണ്. ഇത് വലിയ എല്ലാവർക്കും ഒരു പാഠമായി തന്നെ മാറണം എന്നുള്ളതാണ്. ഇതിൽ നിന്നും നമുക്കറിയാം, ആരോഗ്യ രംഗത്ത് തന്നെ ഒരുപാട് ചർച്ചയായ ഒരു സംഭവമാണ്. യുവ ഡോക്ടർക്ക് ആശുപത്രിയിൽ വെച്ച് തന്നെ ഇത്തരം സംഭവം ഉണ്ടാകുന്നു. അതായത് ജീവൻ രക്ഷിക്കാനായി എത്തിയ ഡോക്ടറുടെ ജീവനെടുത്ത ഒരു സംഭവമായിരുന്നു ഇത് ഉണ്ടായത്. അപ്പോൾ ഇത് അത്രത്തോളം ഗൗരവമായ ഒരു വിഷയമായിരുന്നു. അപ്പോൾ ഈ വിഷയം, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. അത്തരത്തിലുള്ളൊരു വിധിയാണ് ഇനി വരേണ്ടത്. കടുത്ത ശിക്ഷ തന്നെ ഈ പ്രതിക്ക് നൽകണം എന്നുള്ളതാണ് കേരള സമൂഹം ആവശ്യപ്പെടുന്നതും കാതോർത്തിരിക്കുന്നതും. ശനിയാഴ്ചയാണ് ഇതിൻ്റെ കേസ് അന്തിമ വിധിക്കായിട്ട് ഇന്ന് ജില്ലാ സെഷൻസ് കോടതി പുറപ്പെടുവിച്ചത്. എന്തായാലും വാദപ്രതിവാദങ്ങളെല്ലാം കേട്ട കോടതി, കൃത്യമായി ഈ സാക്ഷിമൊഴികളും എല്ലാം കേട്ട കോടതി ഡോക്ടർ വന്ദനദാസ് കൊലപാതകത്തിൽ ശിക്ഷയിന്മേൽ ഉള്ള വാദം കോടതിയിൽ പൂർത്തിയായിട്ടുണ്ട്. ശനിയാഴ്ചയാണ് കേസിൽ
കോടതി ശിക്ഷ വിധിക്കുക. എന്തായാലും ഇതൊരു കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി ഇതുപോലെ ഉള്ള കൊടും കുറ്റവാളികൾക്കുള്ള താക്കീതാകണം, കടുത്ത ശിക്ഷ നൽകണം. കേരളീയ സമൂഹം ഒന്നടങ്കം ആഗ്രഹിക്കുന്നതും ഈ പ്രതിക്ക്, ഈ ക്രൂരകൃത്യം ചെയ്ത സന്ദീപിന് തൂക്കുകയർ വിധിക്കണമെന്നാണ്. കോവളത്ത് UDF സ്ഥാനാർത്ഥി M. വിൻസെന്റിനെതിരെ അതിജീവിത രംഗത്ത്. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോഴും വീണ്ടും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിലാണ് അതിജീവിത പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വിൻസെന്റിന് മാത്രം ഇത്തരം ഒരു പരിഗണന എന്ത് എന്ന ചോദ്യം ഉന്നയിച്ചാണ് അതിജീവിത രംഗത്തെത്തിയിരിക്കുന്നത്. മാത്രം എന്താണ് പ്രത്യേകത? ഈ പ്രതിപക്ഷ നേതാവ് വിൻസെന്റിന് സീറ്റ് കൊടുത്തെന്ന് അറിഞ്ഞു. ഞാൻ ഇത് KPCCക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും അയച്ചു. എന്നിട്ടും VD സതീശൻ ഈ പീഡന വീരനായ വിൻസെന്റിന് സീറ്റ് കൊടുത്തു. എന്തുകൊണ്ട് വിൻസെന്റിനെ മാറ്റി നിർത്തുന്നില്ല? എനിക്ക് നീതി വേണം. ബഹുമാനപ്പെട്ട കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. കോടതിയിൽ എനിക്ക് നീതി കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. 9 വർഷം കൊണ്ട് ഞാൻ കണ്ണുനീരിൽ കഴിയുകയാണ്. എനിക്ക് നീതി വേണം. എൻ്റെ കണ്ണീര് കാണാത്ത ഈ കോൺഗ്രസ്, ഈ VD സതീശൻ എന്തുകൊണ്ടാണ് വിൻസെന്റിന് സീറ്റ് കൊടുത്തത്, മറ്റ് പീഡനക്കാരന്മാരെ മാറ്റിയത്? എന്നിട്ട് എനിക്ക് നീതി വേണം. 9 വർഷം കൊണ്ട് ഞാൻ കരയാണ്. എൻ്റെ ഭർത്താവിന്, എൻ്റെ ഹസ്ബൻഡിന് ജോലി വാങ്ങിക്കൊടുത്തു. ഈ കോൺഗ്രസ്സുകാർ പറഞ്ഞ് പരട്ടുന്നത്, പറഞ്ഞ് ഓരോരിടത്തും പറയുന്നത്, എൻ്റെ ഹസ്ബൻഡിന് ജോലി വാങ്ങിക്കൊടുത്തു, എനിക്ക് ജോലി വാങ്ങി തന്നു, എനിക്ക് വീട് വെച്ച് തന്നു. എനിക്ക് ഇതൊന്നും അല്ല എനിക്ക് ആവശ്യം. മനസ്സമാധാനമാണ്. എൻ്റെ മനസ്സിന് ഏറ്റ മുറിവ്, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ വേദനയ്ക്ക് എനിക്കൊരു ആശ്വാസം വേണം. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് അതിജീവിത. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ മോഹൻ, നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിലും അതോടൊപ്പം എൽദോസ് കുന്നപ്പള്ളിക്കുമൊക്കെ സീറ്റ് നിഷേധിക്കപ്പെടാനുള്ള കാരണം സമാനമായ രീതിയിലുള്ള ലൈംഗിക അതിക്രമ കേസുകളായിരുന്നു. അതിൽ ഇനി CPMമാരൊക്കെ നേരത്തെ സാധാരണ കേസുകളൊക്കെ ന്യായീകരിക്കുന്ന പോലെ ഇതിലൊരു തീവ്രതയുടെ പ്രശ്നമുണ്ടോ? കാരണം ഈ M. വിൻസെന്റിനെതിരെയും ഇപ്പോഴും ആ കേസ് നിലനിൽക്കുന്നുണ്ട്, കോടതിയുടെ പരിഗണനയിലാണ്. നേരത്തെ അതിജീവിത സൂചിപ്പിച്ചതുപോലെ അതൊരു സ്ത്രീയാണ്, അവർക്കും നീതി കിട്ടണം. പക്ഷെ അവിടെ ആ കേസിൽ പ്രതിയായിട്ടുള്ള M. വിൻസെന്റിന് സീറ്റ് നൽകിയതിൽ കോവളത്ത് സിറ്റിംഗ് MLA ആണ് അദ്ദേഹം, വീണ്ടും മത്സരിക്കുന്നതിൽ വലിയ എതിർപ്പുയരുന്നുണ്ടോ? മാത്രമല്ല ഈ അതിജീവിത നിലവിൽ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഈ ഒരു പ്രചരണ പരിപാടികളുമായി M. വിൻസെന്റ് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ ഇനി സീറ്റ് നിഷേധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. എന്താണ് അങ്ങനെയെങ്കിൽ അതിജീവിതയുടെ തുടർ നിലപാട്? തീർച്ചയായും ഒരു ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉയർന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 2016 ഇത്തരത്തിലൊരു സംഭവം സിറ്റിംഗ് MLA ആയ വിൽസണിനെതിരെ അതിജീവിത ഉന്നയിക്കുന്നത്. തുടർന്ന് നമുക്ക് അറിയാവുന്നതുപോലെ ജയിൽവാസം ഉൾപ്പെടെ അനുഭവിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഇലക്ഷനിൽ ഇദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു എന്ന് വരുന്നു എന്നുള്ള ഒരു വിവരം വരികയും തുടർന്ന് പ്രചരണ പരിപാടിയുമായി വിൽസന്റെ രംഗത്തെത്തുന്നതോടുകൂടിയാണ് വീണ്ടും അതിജീവിത രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം മറ്റ് ഈ കോൺഗ്രസ് പാർട്ടിയിലുണ്ടായിരുന്ന മറ്റു ചില ആൾക്കാർക്ക് സമാനമായ വിഷയങ്ങളിൽ സീറ്റ് നിഷേധിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. എന്നാൽ ഈ വിൽസണിന് മാത്രം ഇത്തരത്തിലൊരു പരിഗണന എന്തിനു നൽകുന്നു, അത് തന്നെ മാനസികമായി ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു വാദമാണ് ഈ പറയുന്ന അതിജീവിത ഉന്നയിക്കുന്നത്. ഇതിനൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയും ഇമെയിലും ഒക്കെ നൽകി ഇവർ കാത്തിരിക്കുന്നത്. അതേസമയം ഈ പറയുന്ന വിൽസന്റെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തനിക്കും കോടതിയിൽ വിശ്വാസമുണ്ട്. ഇത് കോടതിയിലെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസാണ്. അതെനിക്കും ഈ പറയുന്നതിൽ കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്നുള്ള ഒരു ഉറപ്പാണ് വിൽസന്റെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കോടതിയിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അത് എനിക്കൊരു നീതി എനിക്കും കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ്. അത് കോടതിയുടെ ഭാഗത്ത് അത് കൂടുതൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറയുന്ന
സാഹചര്യങ്ങൾ ഇത് ഉയർന്നിട്ടും ഈ പറയുന്ന കോളം മണ്ഡലത്തിലെ കോൺഗ്രസിനകത്ത് ഇത്തരത്തിലൊരു ഭിന്നിപ്പോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ചില എതിർകക്ഷികൾ പടച്ചുണ്ടാക്കുന്ന ഇലക്ഷൻ സമയമായിട്ടുണ്ടായ പടച്ചുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇതിന് പിന്നിലെന്നുള്ളതും വിൽസന്റെ ഭാഗത്തു നിന്നുള്ള വൃത്തങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു. എന്ത് തന്നെ ആയാലും ഈ പറയുന്ന അതിജീവിതയുടെ വാദമെന്ന് പറയുന്നത് മറ്റുള്ളവർക്കില്ലാത്ത ഒരു പരിഗണന വിൽസന്റെ നൽകി അതെന്തിന് എന്നുള്ളതാണ്. അത് തന്നെ മാനസികമായി തളർത്തുന്നു. അതിനൊരു പരിഹാരം വേണം. തനിക്ക് അത് കോൺഗ്രസ് തീർച്ചയായും സ്വാഭാവികമായ ന്യായമായ ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഇതേ രീതിയിൽ തന്നെ ഒരു ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തികളാണ് എൽദോസ് കുന്നപ്പള്ളിയും രാഹുൽ മാങ്കൂട്ടത്തിലും. നമുക്കറിയാം, ഇനി മുകേഷ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ PK ശശി ആയിക്കോട്ടെ, ഇതുപോലുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതാത് പാർട്ടികൾ അവരെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നൊക്കെ പൂർണ്ണമായി ഒഴിവാക്കി. അതിനുശേഷമുള്ള സംഭവവികാസങ്ങളൊക്കെ ഓരോന്നും ഉയർന്നു വരുന്നുണ്ട്. എൽദോസ് കുന്നപ്പള്ളി പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട് സീറ്റ് നൽകാത്തതിൽ. പക്ഷേ എം വിൻസെന്റിന്റെ കേസിൽ അതിലൊരു രാഷ്ട്രീയമുണ്ട്. ഈ പരാതിക്ക് പിന്നിൽ പരാതി തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ്. അത്ര രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ലൈംഗിക ആരോപണം ഉന്നയിച്ചതും പിന്നീട് കേസും അറസ്റ്റും ഒക്കെ ഉണ്ടായതെന്നായിരുന്നു എം വിൻസെന്റിന്റെ ആരോപണം. വാദങ്ങൾ അതായിരുന്നു. ഒരുപക്ഷെ അതുതന്നെ ആയിരിക്കുമോ പാർട്ടി നേതൃത്വം എം വിൻസെന്റിനെ വീണ്ടും അവിടെ മത്സരിപ്പിക്കാൻ വീണ്ടും തീരുമാനിച്ചത്? അവിടുത്തെ ഈ കോവളത്തെ ഒരു പൊതുവികാരം എന്താണ്? ഈ വിഷയം വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ചർച്ചയാകുമെങ്കിൽ അത് എം വിൻസെന്റിന് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടോ അരുൺ? നേരത്തെ സൂചിപ്പിച്ച അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ 2021 അതായത് ഈ കേസ് നടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2016 ഈ സംഭവം ഉണ്ടാകുന്നത്. തുടർന്നായിരുന്നു അദ്ദേഹം 30 ദിവസത്തോളം ജയിൽവാസം ഉൾപ്പെടെ അനുഭവിക്കേണ്ട ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഈ പറയുന്ന 2021 നടന്ന നിയമസഭാ ഇലക്ഷനും ഇതെല്ലാം മറന്നുകൊണ്ട് പാർട്ടിക്ക് സീറ്റ് നൽകാൻ കഴിഞ്ഞത് ഈ പറയുന്ന പാർട്ടി ആ ഒരു നിലപാട് എടുത്തതുകൊണ്ട് തന്നെയാണ്. കാരണം ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു വിഷയമാണ്. ഇതിനകത്ത് കഴമ്പില്ല എന്നുള്ളൊരു ഉറച്ചൊരു വിശ്വാസം പാർട്ടിക്കുള്ളത് കൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തെ കഴിഞ്ഞ 2021 മത്സരരംഗത്ത് എത്തിക്കുന്നതും തുടർന്ന് വിജയിക്കുന്നതും നിലവിൽ സിറ്റിംഗ് MLA ആയി ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം. അത് തന്നെയാണ് മുന്നിലെടുത്ത് തങ്ങൾക്ക് വിൻസെന്റിൽ വിശ്വാസമുണ്ട് എന്നുള്ളൊരു കുറച്ച് വിശ്വാസം തന്നെയാണ് പാർട്ടി പ്രവർത്തകർ വീണ്ടും ഇത്തവണയും അദ്ദേഹത്തിന് ഒരു സീറ്റ് നൽകി മത്സരരംഗത്ത് വരുന്നത്. ആ പശ്ചാത്തലം ഇരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു അതിജീവിതയുടെ ഈ ഒരു ആരോപണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു പ്രിവിലേജ് അത് ഇദ്ദേഹത്തിന് മാത്രം നൽകുന്നത് എന്തിന് എന്നുള്ളൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അതിനാണ് അവർ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന് ഉത്തരമായി വിൽസന്റെ ഭാഗത്ത് നിന്ന് നൽകുന്നത് നമുക്ക് എല്ലാത്തിലും അതീതമായി കോടതിയെ വിശ്വാസമുണ്ട്, കോടതിയിൽ വിശ്വാസമുണ്ട്. കാരണം അവിടെ കോടതിയിൽ ഇത് ബോധ്യപ്പെടുന്നുണ്ട്, അത് കോടതിക്ക് വിട്ടിരിക്കുന്നു എന്നുള്ള ഒരു പരിഗണന. കാരണം താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പ്രചരണ രംഗത്തേക്ക് വിൽസന്റെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം അരുൺ, തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഒരേ ഒരു സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ തവണയും സമാനമായ രീതിയിലുള്ള ലൈംഗിക ആരോപണം ഉയർന്നു വന്നിട്ടും അതിനെ അതിജീവിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ എം വിൻസെന്റ് വിജയിക്കുന്നു. എം വിൻസെന്റിന് അങ്ങനെ ഈ കോവളത്ത് വലിയ രാഷ്ട്രീയ അടിത്തറയുണ്ട്, ജനപിന്തുണയുണ്ട്. ഈ ഒരു ആരോപണം വീണ്ടും ഈ രാഷ്ട്രീയ മണ്ഡലത്തിൽ വീണ്ടും കത്തിക്കാൻ ശ്രമിച്ചാൽ പോലും, ഒരു തെരഞ്ഞെടുപ്പ് ഒരു പ്രചാരണ വിഷയമാക്കിയാൽ പോലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെ എം വിൻസെന്റിനുണ്ട്. പക്ഷേ സ്വാഭാവികമായി ഉയർന്നു വരുന്ന ചോദ്യം ഇതാണ്, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ്? കാരണം കഴിഞ്ഞ വർഷം ഇതേ രീതിയിലുള്ള ആരോപണം ഉയർന്നിട്ടും എം വിൻസെന്റിന് സീറ്റ് കൊടുത്ത് വിജയിച്ചു. പക്ഷേ സിറ്റിംഗ് MLA-മാരായിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളിയെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത്? രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന സാഹചര്യമുണ്ടായി. ആ കേസിൻ്റെ സ്വഭാവം അല്പം കൂടി ഗുരുതര സ്വഭാവമുള്ളൊരു കേസാണത്, അതുകൊണ്ടായിരിക്കാം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ ഈ കോവളത്ത് മറ്റൊരു ചോയ്സ് ഇല്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അത് എം വിൻസെന്റിന് പകരം വെക്കാൻ കഴിയുന്ന രീതിയിൽ, ആ മണ്ഡലം നിലനിർത്താൻ കഴിയുന്ന രീതിയിൽ ഒരു നേതാവ്, ഒരു സ്ഥാനാർത്ഥി അവിടെ ഇല്ല എന്നത് തന്നെയല്ലേ വസ്തുത?
തീർച്ചയായും കോൺഗ്രസ് ആ കാര്യത്തിൽ തൃപ്തരാണ് വിൽസന്റെ കാര്യത്തിൽ. കാരണം കഴിഞ്ഞ ഇലക്ഷൻ നമുക്ക് നോക്കുമ്പോൾ ജില്ലയിലെ കോൺഗ്രസിന്റെ അഭിമാനം സംരക്ഷിച്ച ഒരു സീറ്റ് തന്നെയാണ് കോവളത്ത്. അത് തന്നെയാണ് തുടർന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം തീരദേശ മേഖലയിൽ ഉൾപ്പെടെ വളരെ സ്വാധീനമുള്ള ഒരു നേതാവ് തന്നെയാണ് എം വിൽസന്റെ. പൊതുരംഗത്ത് ഒക്കെ ഇടപെട്ട് നിൽക്കുന്ന ഒരു എന്താ പറയാ എല്ലാ സജീവമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തന എന്ന നിലയിലും ജനസമ്മതം എന്നുള്ള ഒരു ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തവണയും വീണ്ടും ഉറപ്പുള്ള ഒരു സീറ്റ് എന്ന നിലയിൽ വിൽസനെ ഇവിടെ പരിഗണിക്കുന്നത്. ആ ഒരു വിശ്വാസം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത്. കാരണം ഈ പറയുന്ന ഇതെല്ലാം വിൽസന്റെ വരുമ്പോൾ ഉണ്ടാകുന്ന ആദിയാണ് ഇതിനെല്ലാം പിന്നിൽ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ചില വീണ്ടും പ്രചരണങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം കഴിഞ്ഞ ഇലക്ഷനും ഇത്തരത്തിൽ ചില ഇതുണ്ടെങ്കിലും അത് ജനങ്ങൾ പിന്തള്ളിക്കളഞ്ഞു. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ അതല്ല തനിക്കുണ്ടായ ഒരു മാനസികാവസ്ഥ അത് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ മാറ്റി നിർത്തുമ്പോൾ എം വിൽസനെ മാത്രം ഇതിനെ സീറ്റ് നൽകി കൊണ്ടുപോകുന്നു. അത് തന്നോട് കാണിക്കുന്ന ഒരു വഞ്ചനയാണ്. താനും ഒരു മുൻകാല ഒരു കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു, അല്ലെങ്കിൽ അനുഭാവിയായിരുന്നു. ആ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയായ തനിക്ക് ഈ ഒരു പീഡനം ഉണ്ടായിട്ടും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടും അത് എന്താണെന്ന് കേട്ടറിയാൻ പോലും കേട്ട് മനസ്സിലാക്കാൻ പോലും തയ്യാറാവാതെ തനിക്ക് ഒരു പീഡനം നൽകുന്നു. തുടർന്ന് അയാളെ വീണ്ടും മത്സരരംഗത്തേക്ക് എത്തിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഈ പറയുന്ന അതിജീവിത രംഗത്തെത്തിയിരിക്കുന്നതും മുതിർന്ന നേതാക്കളുടെ അടുത്ത് പരാതിയുമായി എത്തിയിരിക്കുന്നത്. എന്തു തന്നെയായാലും ഇരു കൂട്ടരും പറയുന്നത് തങ്ങൾക്ക് കോടതിയെ വിശ്വാസമുണ്ട്. ഇത് കോടതിയിൽ നടക്കുന്ന ഒരു സംഭവമാണ്, കോടതിയിൽ നടക്കുന്ന ഒരു വിശ്വാസമാണ്. അത് കോടതിയിൽ രണ്ടുപേർക്കും ഇരുകൂട്ടർക്കും വിശ്വാസമുണ്ട്. അത് സത്യം തെളിഞ്ഞു വരുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു പടി കൂടെ മുന്നിട്ട് വിൽസന്റെ പറയുന്നു, കോടതിക്കൊപ്പം ജനകീയ കോടതിയും തന്നെ തള്ളിക്കളയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തവണയും ഇലക്ഷനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് വിൽസന്റെ ഭാഗത്തു നിന്നുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കുന്നത്. വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. കോവളത്ത് എം വിൻസെന്റിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയതിലാണ് അതിജീവിത പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കോൺഗ്രസ് നേതൃത്വത്തിന് ഹൈക്കമാൻഡിനുൾപ്പെടെ അതിജീവിത പരാതി നൽകിയിട്ടുണ്ട്. അതായത് താൻ ഇപ്പോഴും ഇതിൻ്റെ കഴിഞ്ഞ 9 വർഷത്തോളം ഇതിൻ്റെ വേദന അനുഭവിക്കുന്നു, മാനസികമായ വേദന അനുഭവിക്കുന്നു. പക്ഷെ തനിക്കിപ്പോഴും നീതി നിഷേധമാണ്. അതിനിടെ എം വിൻസെന്റിന് സീറ്റ് നൽകിയത് നീതി നിഷേധമെന്നാണ് അതിജീവിത വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനിടെ ഈ പെരുമ്പാവൂരിലും ചില സംഭവവികാസങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതേ രീതിയിൽ തന്നെ ലൈംഗിക ആരോപണം ഉയർന്നു വന്ന എൽദോസ് കുന്നപ്പള്ളിക്ക് അതേ കാരണത്തിൻ്റെ പേരിൽ സീറ്റ് നിഷേധിക്കപ്പെടുന്ന സാഹചര്യം. എന്തായിരിക്കും ഇനി എൽദോസ് കുന്നപ്പള്ളിയുടെ നിലപാടെന്നറിയണം. പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. ലൈംഗിക ആരോപണത്തെ തുടർന്ന് പെരുമ്പാവൂരിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട എൽദോസ് കുന്നപ്പള്ളിയുടെ തുടർ നിലപാട് എന്താണെന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. സീറ്റ് നിഷേധിക്കുന്നതിൽ നീതി കേടെന്നതാണ് എൽദോസിൻ്റെ നിലപാട്. അങ്ങനെയെങ്കിൽ താൻ സ്വതന്ത്രനായി മത്സരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. PK ശശിക്ക് സീറ്റ് നൽകിയെന്നും എൽദോസ് ചൂണ്ടിക്കാട്ടുന്നു. പെരുമ്പാവൂരിലെ വീട്ടിലെത്തിയ അടുത്ത വൃത്തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് തീരുമാനം. പാർട്ടി പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് എൽദോസ് കുന്നപ്പള്ളി വ്യക്തമാക്കി. പാർട്ടിയിലെന്നും സേഫ് ലാൻഡിങ്ങിലാണല്ലോ ഞാൻ. സ്ഥാനാർത്ഥിത്വം എനിക്ക് ലഭ്യമാകുന്നതാണ് എൻ്റെ പ്രതീക്ഷ. എനിക്ക് പെരുമ്പാവൂർ ജയിക്കാൻ പറ്റും. പാർട്ടി എന്നെ പരിഗണിക്കും. കഴിഞ്ഞ 10 വർഷം കൊണ്ട് പെരുമ്പാവൂരിലെ ആളുകളുടെ ഹൃദയത്തിൽ എനിക്ക് ഇടമുണ്ട്. എൻ്റെ ഹൃദയത്തിൽ അവർക്കും ഒരു ഇടമുണ്ട്. എനിക്ക് അവിടെ ജയിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അത് നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ഞാൻ പാർട്ടി നേതൃത്വത്തോട് അല്ല വളരെ ഉറപ്പ് എന്ന് പറയാൻ ആർക്കും കഴിയില്ലോ. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ പലർക്കും അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ അവർ എന്നെ പരിഗണിക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, എൽദോസ് കുന്നപ്പള്ളിയുടെ ഒരു ചോദ്യം എന്തായാലും പ്രസക്തമാണ്. കാരണം ലൈംഗിക ആരോപണം നേരിട്ട PK ശശിക്ക് UDF പിന്തുണ നൽകുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത കോവളത്ത് എം വിൻസെന്റിന് സീറ്റ് വീണ്ടും നൽകുന്നു. സമാനമായ കേസ് തന്നെയാണ് എൽദോസ് കുന്നപ്പള്ളിക്ക് മേലുള്ളതും. ലൈംഗിക ആരോപണമുണ്ട്. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒഴിവാക്കിയപ്പോൾ അതേ രീതിയിൽ തന്നെ എൽദോസ് കുന്നപ്പള്ളിക്കും സീറ്റ് നിഷേധിക്കപ്പെടുന്നു. നിലവിൽ സിറ്റിംഗ് MLA മാരിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒഴിച്ചു നിർത്തിയാൽ
സീറ്റ് നിഷേധിക്കപ്പെട്ട ഒരേ ഒരു MLA ആണ്. അതായത് കെ ബാബുവിനെ മാറ്റി നിർത്തിയാൽ എൽദോസ് കുന്നപ്പള്ളി. കെ ബാബു സ്വയം മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചു വന്നു. പക്ഷേ എൽദോസ് കുന്നപ്പള്ളി ഇപ്പോഴും മത്സരിക്കാൻ സന്നദ്ധനാണ്. യുവ നേതാവാണ്. പെരുമ്പാവൂരിൽ വലിയ രാഷ്ട്രീയ പിന്തുണയുണ്ട്. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ട്. കഴിഞ്ഞ വർഷവും പല ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ അതിനൊക്കെ അതിജീവിച്ച് പ്രത്യേകിച്ച് ഇടത് തരംഗമുണ്ടായപ്പോഴും അവിടെ നിന്ന് വിജയിച്ചു വന്ന വ്യക്തിയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ പ്രസക്തമാണ്. പക്ഷേ ഇനി കോൺഗ്രസ് സീറ്റ് നൽകാനുള്ള എല്ലാ സാധ്യതകളും അടയുന്നു. സ്വതന്ത്രനായി മുന്നോട്ട് പോകാനാണോ തീരുമാനം? എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് എൽദോസ് കുന്നപ്പള്ളിക്ക്? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ LDF തരംഗമുണ്ടായിരുന്ന സമയത്ത് പോലും പെരുമ്പാവൂരിൽ നിന്നും നിയമസഭയിലെത്തുന്ന സാഹചര്യമായിരുന്നു എൽദോസ് കുന്നപ്പള്ളിയുടേത്. ആ ഒരു സാഹചര്യം തന്നെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് തന്നെ അറിയാം എന്നുള്ള കാര്യത്തിലും അതുപോലെ രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ നേതൃത്വം കൈവിടില്ല എന്ന് ഉറപ്പിച്ച് പറയുമ്പോഴും അക്കാര്യത്തിൽ വ്യക്തതയില്ല എന്നുള്ള കാര്യമാണ് മനസ്സിലായി വന്നിരുന്നത്. പക്ഷേ അതിനുശേഷമാണ് ഇവിടെ എത്തി ചില ഔദ്യോഗിക വൃത്തങ്ങളോട് സംസാരിച്ച ശേഷമാണ് എൽദോസ് കുന്നപ്പള്ളി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. അതിൽ വ്യക്തത വരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ ആ സമയത്തും, അതായത് രാവിലെ പ്രതികരിക്കുന്ന സാഹചര്യത്തിൽ പോലും സീറ്റ് ഇല്ലെങ്കിൽ ഞാൻ നോമിനേഷൻ അല്ലെങ്കിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചതാണ്, അത് തുടങ്ങിയതുപോലെ തന്നെ തുടരും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ഇൻഡയറക്റ്റായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു എന്നൊരു സൂചന കൂടിയായിരുന്നു എന്നുള്ള കാര്യമാണ് പിന്നീടുണ്ടായ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. PK ശശിക്ക് സീറ്റുണ്ട്, കോവളത്തെ വിൻസെന്റിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ സിറ്റിംഗ് MLA-മാർ മത്സരിക്കുന്ന എല്ലാ സാഹചര്യത്തിലേക്കും എല്ലാ സിറ്റിംഗ് MLA-മാർ മത്സരിക്കുമെന്ന് പറയുമ്പോഴും കുന്നപ്പള്ളിയുടേതും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും കാര്യത്തിലായിരുന്നു അനിശ്ചിതത്വം ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കറിയാം നേരത്തെ തന്നെ അക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായത്. പക്ഷേ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഈ ലൈംഗിക ആക്രമണ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം പ്രധാനമായും എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഉപയോഗിക്കുന്ന ആയുധം. അതാണ്, അത് തന്നെയാണ് ഒരു കാരണം തന്നെയാണ്. കാരണം ഈ വരുന്ന 26-ാം തീയതി ആ കേസ് വീണ്ടും പരിഗണിക്കുന്ന സാഹചര്യത്തിലുണ്ട്. എൽദോസ് കുന്നപ്പള്ളി പറയുന്നത് ഈ പരാതി പിൻവലിച്ച സാഹചര്യമുണ്ട്. അതിന് സാങ്കേതികമായ ഒരു പ്രശ്നം മാത്രമേ, തടസ്സം മാത്രമേ അതിനുള്ളൂ. അത് പിൻവലിച്ചിട്ടുണ്ട്. പരാതി പിൻവലിക്കുന്ന സാഹചര്യത്തിലേക്ക് അത് കോർട്ടിൻ്റെ പ്രൊസീഡിങ്സ് നടക്കാനുണ്ട് എന്ന് തന്നെയാണ് എൽദോസ് കുന്നപ്പള്ളി പറയുന്നത്. എന്നിരുന്നാലും സാങ്കേതികമായി എൽദോസ് കുന്നപ്പള്ളി പ്രതി തന്നെയാണ് എന്നുള്ള സാഹചര്യമാണ് പ്രധാനമായും ഈ LDF-ന് UDF-ന്റെ പ്രചാരണത്തിൽ ഏറ്റവും കൂടുതൽ കരിവാരിത്തേക്കാൻ പോകുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമ കേസുകളാണ് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇത്തരത്തിൽ, അതല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയോട് വിയോജിപ്പുള്ള ആളുകളാണോ ഇത്തരത്തിൽ നേതൃത്വത്തെ ഇങ്ങനെ വിശ്വസിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ എൽദോസ് കുന്നപ്പള്ളിക്കും വ്യക്തതയില്ല. എന്നിരുന്നാലും തനിക്ക് പിന്നിൽ നിന്ന് കുത്തുന്ന ആളുകളുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മണ്ഡലത്തിൽ തനിക്ക് നല്ല ഹോൾഡുണ്ട്. കഴിഞ്ഞ 10 വർഷമായി തന്നെ ഇവിടുത്തെ ആളുകൾക്കറിയാം. ആളുകളുടെ ഹൃദയത്തിൽ താനുണ്ട്, തിരിച്ച് അവരും തൻ്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ തനിക്ക് നിന്നാൽ കോൺഗ്രസ് സീറ്റ് നൽകിയാൽ വളരെ ഈസിയായി തന്നെ നിയമസഭയിൽ എത്തുമെന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും സീറ്റ് പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ എൽദോസ് കുന്നപ്പള്ളിന് സീറ്റ് ഇല്ല എങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും അദ്ദേഹം തുടങ്ങുന്നുണ്ട്. അതേസമയം ഇവിടെ ഉല്ലാസ് തോമസിനെയും മനോജ് മൂത്തേട്ടനെയുമാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. ഈ 2 പേരുകൾ സജഷനുണ്ട്. മനോജ് മൂത്തേട്ടനാണ് കൂടുതൽ സാധ്യത എന്നുള്ള കാര്യത്തിലും. ഈ എൽദോസ് കുന്നപ്പള്ളിയുടെ ആത്മവിശ്വാസം യഥാർത്ഥത്തിൽ എന്താണ് ആജ്ഞ? കാരണം നമുക്കറിയാം 2016 എൽദോസ് കുന്നപ്പള്ളി അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. പ്രാദേശിക തലത്തിലൊക്കെ വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു സമയത്താണ് 2016 ഇടതുപക്ഷത്തു നിന്നും ആ സീറ്റ് പിടിച്ചെടുക്കുന്നത്. അതായത് സാജു പോൾ തുടർച്ചയായി 3 തവണ വിജയിച്ചു നിൽക്കുന്ന സമയത്ത് സാജു പോളിനെ അട്ടിമറിച്ച് എൽദോസ് കുന്നപ്പള്ളി ആ സീറ്റ് കോൺഗ്രസിന് പിടിച്ചെടുക്കുന്നു. അതായത് UDF-ൻ്റെ പരമ്പരാഗതമായി UDF-ന് വലിയ സ്വാധീനമുള്ള മണ്ഡലമായിരുന്നെങ്കിൽ പോലും പല പ്രാദേശികമായ പ്രശ്നങ്ങളും ഗ്രൂപ്പ് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്ന പെരുമ്പാവൂരിൽ നിന്നും അന്ന് പല വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് സീറ്റ് പിടിച്ചെടുക്കുന്നു. തുടർച്ചയായി 2 തവണ വിജയിക്കുന്നു. അവിടെ സാമുദായിക പിന്തുണയടക്കം എൽദോസ് കുന്നപ്പള്ളിക്ക് അനുകൂലമാണ്. രാഷ്ട്രീയ പിന്തുണ കോൺഗ്രസ്സുകാരുടെ പ്രാദേശികമായി കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു പിന്തുണ എൽദോസ് കുന്നപ്പള്ളിക്ക് അനുകൂലമാണോ?
ഇപ്പം പ്രത്യേകിച്ചും എടുത്തു പറയത്തക്ക കാര്യമെന്ന് പറയുന്നത് 2016 ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എൽദോസ് കുന്നപ്പള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. അത് ഈ പറഞ്ഞതുപോലെ പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ, നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ എത്തുന്ന ഒരു സാഹചര്യത്തിൽ പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ ഒരു സമ്മതി കൂടി ഉണ്ടായിരുന്ന ഒരാൾ എന്നുള്ള തരത്തിലാണ് എൽദോസ് കുന്നപ്പള്ളി 2016 നിയമസഭയിലെത്തുമ്പോൾ ഈ പറയുന്നത് പോലെ 15 വർഷം സാജു പോൾ കൈവശം വെച്ചിരുന്ന പെരുമ്പാവൂർ മണ്ഡലം തിരിച്ചു പിടിച്ചാണ് ഇതിലെത്തുന്നത്, അത് നിയമസഭയിലെത്തുന്നത്. പെരുമ്പാവൂർ പ്രത്യേകിച്ചും UDF സ്വാധീനമുള്ള മണ്ഡലമാണെങ്കിൽ കൂടി ആ സമയത്ത് ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള പടലപ്പിണക്കങ്ങൾ ഇതൊക്കെ കാരണമായിട്ടുണ്ട് LDFിലേക്ക് ആ സീറ്റ് പോകാനും അത് തിരിച്ച് പിടിക്കാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എൽദോസിന്റെ കയ്യിലാണ്. എൽദോസ് ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കഴിഞ്ഞ 10 വർഷം താൻ ഈ മണ്ഡലത്തിലെ MLA ആയിരുന്നു. ഈ കഴിഞ്ഞ 10 വർഷവും താൻ ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അന്നു മുതലേ താൻ പ്രചാരണ പ്രവർത്തനങ്ങളിൽ തന്നെയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു. അതാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നത്. അതല്ലെങ്കിൽ സിറ്റിംഗ് MLA-മാർ മത്സരിക്കാമെന്ന് പറയുന്ന സാഹചര്യത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഒഴിച്ചു നിർത്തിയാൽ സിറ്റിംഗ് MLA-മാർക്ക് മത്സരിക്കാം. പിന്നെ കെ ബാബു അദ്ദേഹം തീരുമാനമെടുത്തതാണ് തൃപ്പൂണിത്തുറയിൽ ഇനി താൻ മത്സരത്തിനില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ കാട്ടി അദ്ദേഹം തന്നെ മത്സര രംഗത്തു നിന്നും പിന്മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ രണ്ടുപേരെ ഒഴിവാക്കിയാൽ സിറ്റിംഗ് MLA-മാർ മത്സരിക്കുന്ന സാഹചര്യം വരുമ്പോൾ പെരുമ്പാവൂരിന്റെ കാര്യത്തിൽ മാത്രം എന്താണ് ഇത്തരത്തിലുള്ള ഒരു വലിയ തർക്കം നിലനിന്നത് എന്നുള്ള കാര്യത്തിലാണ് എൽദോസ് കുന്നപ്പള്ളി ഈ ലൈംഗിക ആക്രമണ കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന സാഹചര്യം. എൽദോസ് കുന്നപ്പള്ളി മണ്ഡലത്തിൽ നിന്നാൽ വിജയിക്കില്ല എന്നുള്ള കണക്കുകൂട്ടലാണ് പ്രധാനമായും കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത്. ചില കോൺഗ്രസ് നേതാക്കൾ ആ തരത്തിൽ വിലയിരുത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തെ വ്യക്തമാക്കിയുള്ളത്. അതേസമയം ഡൽഹിയിലേക്ക് പോയിട്ട് തനിക്ക് ഇവരെ നേതൃത്വത്തെ ഈ കാര്യത്തിൽ കൂടുതൽ കൺവിൻസ് ചെയ്യിക്കാൻ കഴിഞ്ഞിരുന്നു എന്നാണ് ഇന്ന് രാവിലെ എൽദോസ് കുന്നപ്പള്ളി പ്രതികരിച്ചത്. അതിനുശേഷമാണ് അപ്പോഴും പറയുന്നുണ്ട് താൻ, അതായത് പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് താൻ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിൽ ഈ പിന്മാറുന്ന പ്രശ്നമില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് തന്നെ, അത് തുടരും എന്ന് തന്നെയായിരുന്നു ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ് ആ സാഹചര്യത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമോ എന്നുള്ള അഭ്യൂഹങ്ങൾ മാറ്റി നിർത്തിയാണ് എൽദോസ് കുന്നപ്പള്ളി വിമാനത്താവളത്തിൽ നിന്നും ഇവിടേക്ക് എത്തിയതും. ഇവിടെ പ്രാദേശികമായി ചില ചർച്ചകൾ നടക്കുന്നു, ചില നേതാക്കന്മാരുമായി ചർച്ച നടക്കുന്നു. അതിനുശേഷമാണ് ഈ താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം അനൗൺസ് ചെയ്യുന്നത്. പക്ഷേ ഈ പറയുമ്പോഴും എൽദോസ് കുന്നപ്പള്ളിയുടെ മാത്രം ഒരു സ്വാധീനത്തിൽ എത്ര വോട്ട് എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് വീണ്ടും മറ്റ് മുന്നണികളെ കൂടി പ്രതിസന്ധിയിലാക്കുന്നത്, UDFനെ ഈ എൽദോസ് കുന്നപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം പ്രതിസന്ധിയിലാക്കുമോ എന്നുള്ള കാര്യവും കണ്ടറിയണം. മാത്രമല്ല, കാരണം പ്രത്യേകിച്ചും 2020 ഇനിയും ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ലക്ഷ്മിപ്രിയ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എൽദോസ് കുന്നപ്പള്ളി സ്വതന്ത്രനായി മത്സരിച്ചാൽ ശക്തമായൊരു ചതുഷ്കോണ മത്സരം തന്നെ പ്രതീക്ഷിക്കേണ്ടതല്ലേ? കാരണം എൽദോസ് കുന്നപ്പള്ളി സിറ്റിംഗ് MLA എന്ന രീതിയിൽ അവിടെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടായിരിക്കും മത്സരിക്കുക. പക്ഷേ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. അവിടെ മനോജ് മൂത്തേടനോ അതല്ലെങ്കിൽ ഉല്ലാസ് തോമസോ വന്നു കഴിഞ്ഞാലും കോൺഗ്രസിൻ്റെ അടിസ്ഥാന വോട്ടുകൾക്ക് വിള്ളൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ. പക്ഷേ സാമുദായികമായി ചില വിള്ളൽ സൃഷ്ടിക്കാൻ എൽദോസ് കുന്നപ്പള്ളിക്ക് കഴിയുമായിരിക്കും. മാത്രമല്ല, അവിടെ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്, നേരത്തെ DCC ഭാരവാഹിയായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ CPMൻ്റെ അത്ര വലിയ പിന്തുണ ഈ LDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകില്ല എന്നൊരു കണക്കുകൂട്ടലുണ്ട്. മാത്രമല്ല 2020 NDAയുടെ സ്ഥാനാർത്ഥി. 2020 നേരത്തെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല എന്ന് കണ്ട് പിന്നീട് അവരെ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നു, പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ നിർത്തുന്നു. ഒരുപക്ഷെ ഇനി 2020 സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ? അത്തരമൊരു ചർച്ചകൾക്കൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള പ്രസക്തിയുണ്ടോ? അത്തരമൊരു പരീക്ഷണം ഇനി 2020 അതല്ലെങ്കിൽ NDA നടത്താനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ? ടോം താൻ കോൺഗ്രസിൽ തന്നെയാണ്, താൻ കോൺഗ്രസ്സുകാരനാണ് എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും നമ്മൾ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം അത് തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല ഇന്ന് രാവിലെയും പറയുന്നുണ്ട് താൻ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ താൻ നിർവഹിക്കും. ഇൻ കേസ് സീറ്റില്ലാതെ വന്നാൽ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കും. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കണമെന്ന് എടുത്തു പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു സാഹചര്യത്തിലും കോൺഗ്രസ് വിട്ടു പോകും എന്നുള്ള ഒരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. അത് പ്രത്യേകിച്ചും കോൺഗ്രസ്സുകാരനാണ് താൻ. അതായത് ഈ ഒരു
ഒരു കാലഘട്ടത്തിൽ താൻ ജീവിക്കുന്നത് തന്നെ കോൺഗ്രസ്സുകാരനായിട്ടാണ്, അങ്ങനെ തന്നെ ആയിരിക്കും ഇനിയും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നുള്ള മെസ്സേജ് ആയിരുന്നു അദ്ദേഹം രാവിലെ നമ്മളോട് ഷെയർ ചെയ്തത്. അങ്ങനെയാണ്. പക്ഷേ ആ ഒരു സാഹചര്യത്തിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പോകുമ്പോൾ ടോം പറഞ്ഞതുപോലെ നിരവധി മുന്നണികൾ ഇതുമായി ബന്ധപ്പെട്ട സമീപനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സൂചനയും അദ്ദേഹം തന്നിട്ടുണ്ട്. ഇതൊരു ഈ പറഞ്ഞതുപോലെ ഈ NDAയുടെ സ്ഥാനാർത്ഥി 2020-ക്കാണ് ഈ മണ്ഡലമുള്ളത്. NDAയിൽ 2020-ക്കാണ് കഴിഞ്ഞ ദിവസം ലക്ഷ്മി പ്രിയ ആയിരുന്നു സ്ഥാനാർത്ഥി. അത് അവരുടെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്തിലാകുന്ന ഒരു സാഹചര്യത്തിൽ, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്ത സാഹചര്യത്തിൽ അതിനുമുള്ള ഒരു സാധ്യത കൂടി കാണേണ്ടതുണ്ട്. ഒരു പക്ഷേ അതല്ലെങ്കിൽ 2020-ക്ക് ഈ മണ്ഡലത്തിൽ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ, അതല്ലെങ്കിൽ അത്യാവശ്യം എന്തായാലും ആജ്ഞ എൽദോസ് കുന്നപ്പള്ളിയോട് ചോദിക്കാം, അങ്ങനെ 2020-യോ NDA ഒരു ഓഫറുമായി വന്നാൽ അത് സ്വീകരിക്കുമോ? ഇനി NDAയുടെ സ്ഥാനാർത്ഥിയായി എൽദോസ് കുന്നപ്പള്ളി വരുമോ? അങ്ങനെയെങ്കിൽ വളരെ വലിയൊരു രാഷ്ട്രീയ കൗതുകം തന്നെ പെരുമ്പാവൂരിലെ മത്സരത്തിനുണ്ടാകും. ഇനി കണ്ണൂരിലേക്കൊന്ന് പോകാം. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതൃയോഗത്തിലുണ്ടായ ബഹളമാണ്, വാക്പോരാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. TO മോഹനന് അനുകൂലികളും K സുധാകരൻ അനുകൂലികളും തമ്മിലാണ് തർക്കമുണ്ടായത്. യോഗത്തിൽ രൂക്ഷമായ വാക്പോരുണ്ടായത്. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക, അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാത്തത് പോലും കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട അനിശ്ചിതാവസ്ഥയെ തുടർന്നാണ്. അവിടെ മുൻ മേയർ TO മോഹനന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. സിറ്റിംഗ് MLA K സുധാകരന്, മുൻ KPC പ്രസിഡന്റ് K സുധാകരന് സീറ്റ് നൽകണമെന്ന ആവശ്യവുമായി സുധാകരൻ അനുകൂലികളുമുണ്ട്. എനിക്ക് തോന്നുന്നു കണ്ണൂർ DCC നേതൃത്വത്തിനിടയിൽ പോലും രണ്ട് ഗ്രൂപ്പായി, രണ്ട് ചേരിയായി തിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം പോലും ഒരുപക്ഷെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി ഉണ്ടാകാം. എന്താണ് നിലവിലെ കണ്ണൂരിലെ സാഹചര്യം? വലിയ രീതിയിലുള്ളൊരു വിഭാഗീയതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? ടോമേ, ദില്ലിയിലും അതുപോലെ തന്നെ കണ്ണൂരിലും കഴിഞ്ഞ 2 ദിവസമായി, പ്രത്യേകിച്ച് ഇന്നലെ രാത്രി മുതൽ ഈ സമയം വരെ സംഭവ ബഹുലമായ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് പറയേണ്ടി വരും. എന്നാലും ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ കാണിച്ച ദൃശ്യം, അത് K സുധാകരന് സീറ്റ് അനുവദിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നതോടുകൂടി പ്രവർത്തകരുടെ, അതായത് സുധാകരൻ അനുകൂലികളുടെ ആഹ്ലാദ പ്രകടനമാണ്. അതോടൊപ്പം പടക്കം പൊട്ടിച്ചായിരുന്നു അവർ അതിനെ വരവേറ്റത്. ഇതിനിടയിൽ തന്നെ ഈ DCC ഓഫീസിനകത്ത് 10 മണ്ഡലം കമ്മിറ്റികളുടെ യോഗം ചേരുന്നുണ്ടായിരുന്നു. ആ യോഗത്തിൽ വലിയ തോതിലുള്ള ബഹളമുണ്ടായി, വാക്കേറ്റമുണ്ടായി. പ്രധാനമായും TO മോഹനെയാണ് സ്ഥാനാർത്ഥിയായി സുധാകരന് പകരം നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ TO മോഹനന്റെ അനുയായികളും അതോടൊപ്പം K സുധാകരന്റെ അനുയായികളും ഇവർ തമ്മിലാണ് വലിയ തർക്കം ഉണ്ടായത് എന്ന് പറയേണ്ടി വരും. അങ്ങനെ പിന്നീട് മാധ്യമ പ്രവർത്തകരെ DCC ഓഫീസിൽ നിന്നും പുറത്തേക്ക് മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരെ എത്തി. അതായത് മാധ്യമപ്രവർത്തകർ ദയവേത് പുറത്തു പോകണം എന്ന രീതിയിൽ അവിടുന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയാണ് പിന്നീട് മാധ്യമപ്രവർത്തകർ പുറത്തേക്ക് പോകുന്നത്. പ്രധാനമായും DCC നേതാക്കൾ പറയുന്നത് ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും അത് തങ്ങൾ അനുസരിക്കുമെന്നാണ് അവർ പറയുന്നത്. അതനുസരിച്ച് തങ്ങൾ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും K സുധാകരന് സീറ്റ് നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. അല്പസമയം മുമ്പാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ദില്ലിയിൽ നിന്നും വിമാനത്താവളം വഴി നാട്ടിലേക്ക് എത്തിയത്. വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഈ കാര്യത്തിൽ ഒരു തീരുമാനം പറയാൻ താൻ ആളല്ല, ഹൈക്കമാൻഡ് ഈ കാര്യം പറയുമെന്നാണ്. അങ്ങനെ ഇതുവരെ ഈ ഒരു അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ടില്ല. സുധാകരന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുത്തതെന്ന് ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. സുധാകരനും തൃപ്തരല്ല എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എന്ത് തീരുമാനമാണ് അവിടെ എടുത്തത്? സുധാകരന് കണ്ണൂരിൽ സീറ്റ് നൽകിയോ എന്ന ചോദ്യം ഇപ്പോഴും
ബാക്കിയാവുന്നുണ്ട്. കൃത്യമായ ഒരു വിവരം ഇതിൽ നിന്ന് ലഭിച്ചിട്ടില്ല. എന്തായാലും സുധാകരൻ അനുകൂലികൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ തോതിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ വരെ ബാധിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിജയ സാധ്യതയ്ക്ക് പോലും മങ്ങലേൽപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിരുന്നു. അതായത് സുധാകരനെ മത്സരിപ്പിക്കുന്നില്ലെങ്കിൽ സണ്ണി ജോസഫിന് വോട്ടില്ല, ഇതായിരുന്നു ഇവരുടെ പ്രധാന മുദ്രാവാക്യം. അങ്ങനെ വലിയ തോതിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. അതോടൊപ്പം വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിച്ചു. അങ്ങനെ കണ്ണൂർ ജില്ലയിൽ നിന്നും ഈ സുധാകരനുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത പ്രശ്നം സംസ്ഥാന തലത്തിൽ തന്നെ കോൺഗ്രസിന് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. അതോടൊപ്പം ഇപ്പോൾ ഇടതുപക്ഷമാകട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം തീർച്ചയായും ബൈജു, നമുക്കറിയാം ഈ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിന്റെ സ്വഭാവം തന്നെ UDF അനുകൂലമാണ്. പക്ഷേ പലപ്പോഴും ആ സീറ്റ് നഷ്ടപ്പെടുന്നത് പാർട്ടിക്കുള്ളിലെ വിഭാഗീയ പ്രശ്നങ്ങൾ കാരണമാണ്. കഴിഞ്ഞ തവണയും UDF പരാജയപ്പെട്ടത്. കാരണം നഗരസഭ, കണ്ണൂർ കോർപ്പറേഷൻ ഭരണം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ രീതിയിലുള്ള തിരിച്ചടി UDFന് കണ്ണൂരിൽ സംഭവിക്കുന്നതും. എന്തായാലും ആർക്ക് സീറ്റ് നൽകിയാലും, ഇനി TO മോഹൻ ആയിക്കോട്ടെ, സുധാകരൻ ആയിക്കോട്ടെ, ഈ വിഭാഗീയത സ്വാഭാവികമായി മുന്നോട്ട് പോകില്ലേ? ഈ വാക്പോര്, തർക്കം, അത് UDFന്റെ വിജയസാധ്യതയെ പോലും ബാധിക്കില്ലേ ബൈജു? ടോമേ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. അതായത് സുധാകരന് സീറ്റ് നൽകിയാൽ തന്നെ അത് വലിയ തോതിലുള്ള ഒരു വിഭാഗീയതയ്ക്ക് ഇവിടെ കളമൊരുങ്ങും. അതിന്റെ ഏറ്റവും വലിയ തുടക്കമാണ് നമ്മൾ ഈ കാണുന്നത്, അതായത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. DCC ഓഫീസിൽ അകത്ത് അല്പസമയം മുമ്പ് നടന്ന ഈ സംഭവം. അതോടൊപ്പം VD സതീശൻ ഇപ്പോഴും ഈ കാര്യത്തിൽ യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ സുധാകരന് സീറ്റ് നൽകുകയാണെങ്കിൽ താൻ വിട്ടുനിൽക്കും എന്ന രീതിയിലൊക്കെ സ്വകാര്യ സംഭാഷണങ്ങൾ VD സതീശന്റെ ഭാഗത്തുണ്ടായി എന്നാണ് അറിയുന്നത്. അങ്ങനെ ഈ പ്രശ്നം ഇപ്പോഴും കീറാമുട്ടയായി നിൽക്കുന്നു. തീരാതെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യമായുണ്ടായത്. ഇനി സുധാകരൻ ഇന്ന് വൈകിട്ടോടുകൂടി ദില്ലിയിൽ നിന്ന് മടങ്ങുകയാണ്. അതായത് ഇന്ന് രാത്രി 12 മണിയോടുകൂടി സുധാകരൻ കണ്ണൂരിലേക്ക് എത്തും. കൃത്യമായ സുധാകരന്റെ നിലപാട് ഒരു പക്ഷേ ആ സമയത്തായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അദ്ദേഹത്തിന് സീറ്റ് നൽകുമെന്ന് ഉറപ്പ് ഉണ്ടോ, അതല്ല ഇന്ന് ലീസ്റ്റ് അന്തിമ പട്ടിക, സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തു വരുമോ, അതിൽ സുധാകരന്റെ പേരുണ്ടാകുമോ? ഇങ്ങനെ ഈ ചോദ്യങ്ങൾ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ചോദ്യത്തിന് ഇതുവരെ അന്തിമമായ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. അത് തന്നെയാണ് DCC ഭാരവാഹികളും പറഞ്ഞത്. അങ്ങനെ ഒരു വിവരം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ ഇനിയും സങ്കീർണതകൾ ഏറെ ഉണ്ടാകും. അത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പേരാവൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ജയസാധ്യത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലായിരിക്കും. അതോടൊപ്പം പയ്യന്നൂരിലും തളിപ്പറമ്പിലാണ് പ്രധാനമായും. തളിപ്പറമ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന് വലിയ തോതിലുള്ള ആവശ്യമായി ഒരു വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട്. അവിടെ ഗോവിന്ദനെ മാഷയെ പിന്തുണയ്ക്കാനാണ് ഇപ്പോൾ തീരുമാനം. അവിടെ സ്ഥാനാർത്ഥിയില്ല. അത്തരത്തിലൊരു സ്ഥാനാർത്ഥി വേണം എന്നൊരാവശ്യവുമായും പ്രവർത്തകർ വരുന്നു. അങ്ങനെ ഈ സുധാകരന്റെ കാര്യത്തിലേക്ക് വന്നാൽ തന്നെ യൂത്ത് കോൺഗ്രസ് ആകട്ടെ, DCC പ്രസിഡന്റ് ആകട്ടെ, മഹിളാ മോർച്ച, ഇത്തരത്തിൽ വനിതാ സംഘടനകളാകട്ടെ, ഇതെല്ലാം സുധാകരന് അനുകൂലമായി അവർക്ക് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോഴും ചില നേതാക്കളാണ് സുധാകരൻ മത്സരിക്കേണ്ട എന്ന് ഒരു വാശി വരുന്നത്. പ്രത്യേകിച്ച് ദേശീയ നേതൃത്വം, ഹൈക്കമാൻഡ് ഉൾപ്പെടെ MP-മാർ മത്സരിക്കേണ്ട എന്നൊരു നിലപാടിൽ ഉറച്ചു നിന്നു. ഇന്നലെ രാത്രി പുലരുവോളം ചർച്ചകൾ നീണ്ടു. എന്നിട്ടും ഒരു തീരുമാനത്തിലെത്താൻ സാധിച്ചിട്ടില്ല. ഇന്നും ചർച്ചകൾ ഉണ്ടായി. പക്ഷേ ഇപ്പോഴും ഇതിലൊരു പ്രഖ്യാപിക്കാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ്. 10 വർഷം ഭരണത്തിന് പുറത്തു നിന്നാലും ഈ കോൺഗ്രസ്സുകാർ പാഠം പഠിക്കില്ല എന്ന് തന്നെയാണ് ഈ സംഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കാരണം സുധാകരനെ പോലെ കണ്ണൂരിലെ കോൺഗ്രസിനെ പടുത്തുയർത്തിയത് താനാണെന്ന് അവകാശപ്പെടുന്ന സുധാകരൻ എന്തുകൊണ്ടാണ് പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കാത്തത്? MP ആണ്, വീണ്ടും MLA ആകണം, ഇനി മന്ത്രിയാകണം എന്ന ഒരു അധികാരമോഹം തന്നെയാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുന്നതെന്ന് അവരൊക്കെ ഈ നേതാക്കൾ തന്നെ സ്വയം ചിന്തിക്കേണ്ടതാണ്. സ്പോട്ട് ലൈവിന് പോകുന്നത് മറ്റൊരു വാർത്തയിലേക്കാണ്. കോതമംഗലത്ത് വിൽപ്പനയ്ക്കായി എത്തിച്ച 37 ഗ്രാം MDMA-യുമായി പെൺകുട്ടിയും സുഹൃത്തും എക്സൈസിന്റെ പിടിയിൽ. ഇടുക്കി സ്വദേശിനി റിസാന ഫാത്തിമ, കോതമംഗലം സ്വദേശി അനന്തു പ്രസാദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ മയക്കുമരുന്ന് ഇടപാടുകൾക്കായി ഉപയോഗിച്ചിരുന്ന 3 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇടുക്കി സ്വദേശിനിയായ പെൺകുട്ടി കോതമംഗലത്തെ സ്വകാര്യ പ്രൊഫഷണൽ കോളേജിൽ പഠനത്തിനായി എത്തിയതാണ്. എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പഠനം ഉപേക്ഷിച്ച് മയക്കുമരുന്ന് വിൽപ്പനയിലേക്ക് തിരിയുകയായിരുന്നു. ഒരു പെൺകുട്ടിയുടെ നേതൃത്വത്തിൽ ഏതാനും പേര് ചേർന്നാണ് ഇത്തരം ഡ്രഗ്സ് വിതരണം ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥർ നിരവധി ദിവസങ്ങളായി നിരീക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ
പെൺകുട്ടി ഡ്രഗ്സ് സിന്തറ്റിക് ഡ്രഗ്സ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് പോയിട്ടുണ്ടെന്നൊരു വിവരം നമുക്ക് ലഭിക്കുകയും നമ്മളതിനെ ഫോളോ ചെയ്യുകയും അവർ വന്ന സമയത്ത് നമുക്ക് അവരെ പിടികൂടാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടി ഇടുക്കി സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഇടുക്കി ഏലപ്പാറ സ്വദേശിയായിട്ടുള്ള ഒരു റിസാന ഫാത്തിമ, അതുപോലെ അതിന് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള ഇരവല്ലൂർ സ്വദേശിയായിട്ടുള്ള ഒരു അനന്തു പ്രസാദ്, ഇവരെ രണ്ടുപേരെയാണ് നമ്മൾ പിടികൂടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് 37.229 ഗ്രാം MDMA നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 0.5 ഗ്രാം MDMA പോലും ജാമ്യം പോലും കിട്ടാത്ത കുറ്റമാണെന്നിരിക്കുകയാണ് ഇത്ര വലിയ ഒരു അളവിൽ സിന്തറ്റിക് ഡ്രഗ്സ് നമുക്ക് പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇടുക്കിയിൽ നിന്ന് കോതമംഗലത്ത് ഉന്നത പഠനത്തിനായി എത്തിയ ഒരു പെൺകുട്ടിയാണ് ലഹരിമരുന്ന് വിൽപ്പനയിലേക്ക് തിരിഞ്ഞത്. ഈ പെൺകുട്ടിയും റിസാനയും സുഹൃത്തും പിടിയിലാകുന്നു. എങ്ങനെയാണ് എക്സൈസിന് ഇവരെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്? ടോം, നിയമസഭയിലെ ഭാഗമായുള്ള സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചായിരുന്നു കോതമംഗലം ടൗൺ കേന്ദ്രീകരിച്ച കോതമംഗലം എക്സൈസ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ബംഗളൂരുവിൽ നിന്നും കോതമംഗലത്ത് കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ലഹരി 37.229 ഗ്രാമോളം വരുന്ന MDMA യുമായി ഇവർ പിടിയിലായത്. ഇടുക്കി സ്വദേശിനി റിസാന ഫാത്തിമ, കോതമംഗലം സ്വദേശി അനന്തു പ്രസാദ് എന്നിവരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതികൾ മയക്കുമരുന്ന് ഇടപാടുകൾക്കായി ഉപയോഗിച്ച 3 മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇടുക്കി സ്വദേശിയായ യുവതി കോതമംഗലത്തെ സ്വകാര്യ കോളേജിൽ പഠനത്തിന് വന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്. പിന്നീട് ഈ പഠനം ഉപേക്ഷിച്ചാണ് പിന്നീട് മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി തിരിയുകയായിരുന്നു. പണമാണ് പ്രധാനമായും ടോം. ഇവർക്ക് ആഡംബര ജീവിതം നയിക്കാനുള്ള പണം ഈ ലഹരി വിൽപ്പനയിലൂടെ ലഭിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇങ്ങനെ പഠനം ഉപേക്ഷിച്ച് ലഹരി വിൽപ്പനയിലേക്ക് പോകാൻ ഇവരെ പ്രേരിപ്പിച്ചതും ഈ ഒരു ഘടകമാണ്. എന്തായാലും കോതമംഗലത്തിന് സമീപത്തുള്ള മയക്കുമരുന്ന് പിടിച്ചെടുക്കുന്ന ഏറ്റവും വലിയ കേസ് തന്നെയാണ് ഇതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇരുവരെയും കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യലടക്കം ഇനി നടത്തേണ്ടതുണ്ട്. അതിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എവിടെ നിന്നാണ് ഇവർ ഈ ലഹരി എത്തിക്കുന്നത്, അതോടൊപ്പം തന്നെ ആർക്കൊക്കെയാണ് വിതരണം ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. തീർച്ചയായും നവമി, ഈ പെൺകുട്ടിക്കും സുഹൃത്തിനും ആരാണ് ലഹരി എത്തിച്ചതെന്ന് അറിയണം. അതോടൊപ്പം ഇവരുടെ ഈ വിൽപ്പന മേഖലകൾ എവിടേക്കാണ്? ഈ കോളേജുകളും സ്കൂളുകളും കേന്ദ്രീകരിച്ചാണോ, യുവാക്കൾക്കിടയിലാണോ? അതേക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ടോ? പോലീസ് പറയുന്നതനുസരിച്ച് ഈ യുവാക്കൾക്കിടയിലും യുവതികൾക്കും അതോടൊപ്പം തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഇടയിലും കേന്ദ്രീകരിച്ചാണ് ഇവർ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്നതെന്നാണ്. ചെറിയ പാക്കറ്റുകളായാണ് ഇവർ കൈമാറുന്നത്. 2000-3000 രൂപയാണ് ഇവർ ഇതിനായി തുകയായി വാങ്ങുന്നത്. പിന്നീട് ഇവർ ഇത് ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. എന്നാലും സമീപ പ്രദേശങ്ങളിലൊക്കെ വലിയ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. കാരണം നമുക്കറിയാം, കുറെ നാളുകളായി നമ്മൾ ഒന്നടങ്കം പോരാടുന്നതാണ് ലഹരിക്കെതിരെ. വലിയ പോലീസിന്റെ തന്നെ വലിയ ഒരു പരിശോധന തന്നെയാണ് കേരളത്തിലുടനീളം നടക്കുന്നത്. അതിന്റെ ഭാഗമായി ഇതിപ്പോൾ ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിശോധനയിലാണ് ഇവരെ പിടികൂടുന്നതും ഇവർ പോലീസിന്റെ പിടിയിലകപ്പെടുന്നതും. ഇവർ ആർക്കൊക്കെയാണ് നൽകുന്നത്, ആരിൽ നിന്നാണ് ഇവർ ലഹരി എത്തിക്കുന്നത്, എത്ര നാളായി ഈ ലഹരി കച്ചവടം തുടങ്ങിയിട്ട് ഇതെല്ലാം പോലീസിന് അറിയേണ്ടതുണ്ട്. എന്നാൽ അതിനു വേണ്ടിയിട്ടായിരിക്കും ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങുക. ഇപ്പോഴെന്തായാലും പോലീസ് പറയുന്നതനുസരിച്ച് വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ലഹരി കോതമംഗലത്തിലേക്ക്. വ്യക്തമാണ്. കോതമംഗലത്ത് ലഹരിയുമായി പിടിയിലായത് വിദ്യാർത്ഥിനിയും സുഹൃത്തുമാണ്. ഇവരുടെ വിൽപ്പന മേഖലകൾ കേന്ദ്രീകരിച്ചും എക്സൈസിന്റെ അന്വേഷണം ഊർജിതമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാ നേതാവ് അലുവാദുലിനെ കൊലപ്പെടുത്താൻ പണം പിരിച്ചത് ആരൊക്കെയാണ്? ഇതിനായി നിരോധിത സംഘടനകളുടെ ഫണ്ടിംഗ് ഉണ്ടായിട്ടുണ്ടോ? അലുവാദുൽ കൊലപാതകത്തിൽ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു. നിരോധിത സംഘടനകളുടെ ഫണ്ട് അതുൽ വധക്കേസ് പ്രതികൾക്ക് ലഭിച്ചോ എന്നറിയാൻ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. എസ് വിനീഷ് ചേരുന്നു വിവരങ്ങളുമായി. വിനീഷ്, അത്തരം നിരോധിത സംഘടനകളുടെ ഫണ്ട്
ഈ അലുവ അതുൽ കൊലക്കേസിൽ പ്രതികൾക്ക്, അതായത് പണപ്പിരിവിൻ്റെ ഭാഗമായി പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ഉള്ള ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് അന്വേഷണ സംഘത്തിന്. ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നത്? തീർച്ചയായും ടോം, ഈ കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് തന്നെയാണ് ഇപ്പോൾ കടക്കുന്നത് അന്വേഷണ സംഘം. ഇവരുടെ ബാങ്ക് രേഖകൾ, ബാങ്ക് അക്കൗണ്ട് രേഖകൾ, വിവരങ്ങൾ, അതുപോലെ തന്നെ അക്കൗണ്ട് ബാലൻസ് അടക്കം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഏതൊക്കെ തരത്തിലാണ് പ്രതികൾക്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ പിന്നിൽ ഇവർക്ക് സഹായങ്ങൾ എത്തിച്ചു നൽകിയത് അടക്കമുള്ള വിശദമായിട്ടുള്ള പരിശോധനകളാണ് നടക്കുന്നത്. നമുക്കറിയാം, ഈ കടത്തൂർ, വയനകം എന്നീ രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ ഒരു കുടിപ്പകയാണ് ഈ ഒരു കൊലപാതകങ്ങൾക്കെല്ലാം കാരണം ആയതെന്നാണ് തന്നെ പോലീസ് കണ്ടെത്തിയത്. വിൻ സന്തോഷ് വധക്കേസിൽ ആയിരുന്നു ആദ്യം നിരവധി ക്രിമിനൽ അക്രമികളെ പോലീസ് പിടികൂടുകയും അവരുടെ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തിയൊക്കെ ചെയ്തപ്പോഴാണ് ഈ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് നിരവധി ഗുണ്ടാ സംഘങ്ങൾ വിലസുന്നതായും ഒക്കെ ഇന്റലിജൻസിന്റെ വിവരം ലഭ്യമായതും അതുപോലെ തന്നെ പോലീസ് അത്തരത്തിലുള്ളൊരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇതിനായി രൂപീകരിക്കുകയും പ്രതികളെയെല്ലാം പിടികൂടുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം വലിയൊരു സംഭവം ഉണ്ടായത്. അലുവ അതുൽ എന്ന ഒരു ക്രിമിനൽ നട റോഡിൽ പട്ടാപ്പകൽ ആക്രമണമേറ്റ് കത്തിക്ക് ഇരയായി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൽ 6 പ്രതികൾ ആയിരുന്നു നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്തവർ. ഇവരെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചൊക്കെയാണ് പിടികൂടിയത്. കോട്ടയത്ത് നിന്ന് പിടികൂടിയൊക്കെ ചെയ്ത വലിയ വാർത്തയായിരുന്നു വന്നത്. നിലവിൽ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത, ഇവരെ പാർപ്പിച്ചത് കൊല്ലം ജയിലിലായിരുന്നു റിമാൻഡിൽ കഴിയുന്നത്. ഈ റിമാൻഡിൽ കഴിഞ്ഞ സാഹചര്യത്തിൽ തന്നെ ഇവർക്ക് വധഭീഷണി ഉണ്ട് എന്ന് ചില ഇന്റലിജൻസ് വിഭാഗം ചില വിവരം പോലീസിന് ലഭ്യമായിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ അത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് ജയിലിൽ വെച്ചോ അല്ലെങ്കിൽ പുറത്തിറങ്ങിയോ ഇവർക്ക് വീണ്ടും വധഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കിലെടുത്താണ് ഇവരെ തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പുറത്ത്, അതായത് ഈ സ്പെഷ്യൽ അന്വേഷണ സംഘം ഇവരുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, സാമ്പത്തിക ഉറവിടങ്ങൾ തേടിയുള്ള ഒരു അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ വിൻ സന്തോഷ് വധക്കേസിൽ സന്തോഷിന്റെ കുടുംബത്തിനെ സഹായിക്കാൻ എന്ന രീതിയിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പണപ്പിരിവുകൾ നടന്നതായിട്ട് ചില സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഈ പണം ഒന്നും തന്നെ അവരുടെ വീട്ടിൽ എത്തിയിട്ടുമില്ല. ഒരുപക്ഷെ ഈ അലുവ അതുലിന്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് ഈ പണം എന്തായാലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലം കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് വീണ്ടും ഗുണ്ടാ കുടിപ്പകയുടെ ഭാഗമായിട്ടുള്ള കൊലപാതകങ്ങൾ അരങ്ങേറാനുള്ള സാധ്യതയുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിനെ സംബന്ധിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പ്രതികൾക്ക് ജയിലിനുള്ളിൽ പോലും വധഭീഷണി ഉണ്ടെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.